കറപ്ഷൻ വരാൻ ചാൻസ് ഉണ്ട്, ധനനഷ്ടം. അവിടെ 6 രാഹു സപ്പോർട്ടാണെങ്കിലും 7 കണ്ടൻ പ്രശ്നം അല്ലെങ്കിലും വ്യാഴനെ ശ്രദ്ധിക്കണം. അപ്പൊ ജലരാശിയുടെ ഒരു കണക്ക് വയ്ക്കുമ്പോൾ പുറത്തു പോയി, അത് ഗൾഫ് കൺട്രീസിലോ UK പോലെ രാജ്യങ്ങളിൽ പോയോ ധനം സമ്പാദിക്കണം. ഏത് രാശിക്കാർ ഏതെങ്കിലും ഒരു ജോലിയിൽ കറപ്ഷൻ വരികയോ ജോലി നഷ്ടപ്പെടുകയോ ഇപ്പൊ വെറുതെ ഇരിക്കും. ഒരു ബിസിനസ് ആണെങ്കിലും മന്ദഗതി. ശനിയുടെ ദൃഷ്ടിക്ക് പ്രാധാന്യം, 10ാം ഭാവം ദൃഷ്ടി വരുന്നത് ചെയ്യുന്ന തൊഴിൽ മന്ദം ഭവിക്കും. ചെറുപ്പി 2025 4 ഗ്രഹമാറ്റമാണ് സംഭവിക്കാൻ പോകുന്നത്. അപ്പൊ ഇത് ഏതൊക്കെ രാശിക്കാർക്ക് എങ്ങനെയൊക്കെ ഭവിക്കും? അതായത് ഇപ്പൊ 2025 മാർച്ച് 29 ശനിമാറ്റം, മെയ് 14 വ്യാഴമാറ്റം, മെയ് 18 രാഹു കേതുക്കളെ മാറ്റം. അപ്പൊ ഒരേ വർഷം 4 ഗ്രഹമാറ്റം സംഭവിക്കുകയാണ്. അപ്പൊ ഇതിലൊന്ന് വളരെ ഇപ്പം വ്യാഴനെയാണ് നമ്മൾ മെയിൻ ആയിട്ട് നോക്കുന്നത്. എന്ന് വെച്ചാൽ ശുഭകാരകൻ. അപ്പൊ ഒരു പെൺകുട്ടിയുടെ വിവാഹമാണെങ്കിലും ഒരു ആൺകുട്ടിയുടെ വിവാഹമാണെങ്കിലും അത് ഒരു ഭാഗ്യം സിദ്ധിക്കുന്നത്, ഒരു ജോലി സാധ്യത. ഗൾഫിൽ പോകണതിൻ്റെ ആണെങ്കിൽ രാഹുവും ശനിയും നമ്മൾ വെച്ച് നോക്കി പറയും. പുറത്തു പോകാൻ UK പോകണമെന്ന് ആഗ്രഹിക്കുന്നവർ, ഇപ്പം ലാംഗ്വേജ് പഠിച്ച് പോകാൻ നിൽക്കില്ലേ, എനിക്ക് ഐലൻഡ് പോകണം, അല്ലെങ്കിൽ UK പോകണം, ഓസ്ട്രേലിയയിൽ പോകണം, ഇങ്ങനെ. അപ്പം ഇത് പാസ്സായി നിൽക്കുന്നവർ, കാത്തു നിൽക്കുന്നവർ, ഇന്നലെ രാശിക്കാർക്ക് ആ യോഗം. അപ്പം ഇത് നമുക്ക് 12 രാശിയും ഓരോന്നും എടുത്തു വേണം പറയാൻ. അപ്പം നമുക്ക് മേടത്തിൽ തുടങ്ങുമ്പോൾ മേടത്തിന് ശനിമാറ്റം എന്ന് പറയുന്നത് ജലരാശിയിൽ ശനി വരികയാൽ മാറി നിൽക്കണം. അശ്വതി, ഭരണി, കാർത്തിക കാല് മേട രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ അശ്വതി, ഭരണി, കാർത്തിക, കാല്. ഇവർക്ക് 12 ജലരാശിയിൽ ശനി വരുന്നതും അത് കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞാണ് രാഹുമാറ്റം. രാഹു എവിടെ വരുന്നു? 11 വരുന്നു, കുംഭത്തിൽ. അപ്പൊ ജലരാശിയുടെ ഒരു കണക്ക് വയ്ക്കുമ്പോൾ പുറത്തു പോയി, അത് ഗൾഫ് കൺട്രീസിലോ UK പോലെ രാജ്യങ്ങളിൽ പോയോ ധനം സമ്പാദിക്കണം. ഏത് രാശിക്കാർ? മേടരാശിക്കാർ. അവർക്ക് അനുകൂലമാണ്, വളരെ അനുകൂലമാണ്. വ്യാഴമാറ്റം 18-ാം തീയതിയാണ്. വ്യാഴം എവിടെ പോകുന്നു? 3-ൽ പോവുകയാണ്. 3-ൽ എന്ന് പറഞ്ഞാൽ മിഥുനത്തിൽ. അപ്പൊ അത് മറവ് സ്ഥാനം. അപ്പൊ ഇവര് പുറത്തു പോകുന്നതാണ് ഈ കാലയളവ്. എല്ലാവർക്കും പുറത്തു പോകാൻ പറ്റൂല. ചിലർ സ്വദേശി ഇരുന്നുകൊണ്ട് തന്നെ ഒരു ബിസിനസ് നിമിത്തം ഒരു 400 കിലോമീറ്റർ 500 കിലോമീറ്റർ മാറിപ്പോവാം, അങ്ങനെയും വരാം. സ്വദേശത്തിൽ നിന്ന് തന്നെ ഇപ്പം ട്രിവാൻഡ്രത്താണെങ്കിൽ എറണാകുളത്ത് ബിസിനസ് മാറ്റാം, അല്ലെങ്കിൽ എറണാകുളത്തുള്ളൊരു തിരുവനന്തപുരത്ത് മാറ്റാം, ഇങ്ങനെയും സംഭവിക്കാം. കുട്ടികളാണെങ്കിലും പഠന നിമിത്തം ദൂരെ മാറി നിന്ന് പഠിക്കാനുള്ള അവസരം. ചില കുട്ടികൾ മെഡിക്കൽ ഇവിടെ ഇല്ലാതെ പുറത്തുപോയി പഠിക്കുന്നുണ്ട്, അങ്ങനെ അവസരം വരാം. അപ്പം എന്തുകൊണ്ടും മേടരാശിക്കാർക്ക് 2025 ഈ 4 ഗ്രഹം മാറ്റം. അപ്പം രാഹു മാറുന്ന അന്ന് തന്നെ കേതുവും മാറുകയാണ്. രാഹു 11-ൽ വരുമ്പോൾ കേതു ഇവിടെ വരുന്നു മേടക്കൂറുകാർക്ക് 5-ൽ വരെയാണ്. അപ്പോൾ ചിലവർ വിവാഹാദി കഴിഞ്ഞ് കുട്ടികളില്ലായിരിക്കും, ഇവർക്ക് പുത്രസം കിട്ടാനുള്ള യോഗം. വിവാഹം തടസ്സം നിൽക്കുന്നവർക്ക് വിവാഹം നടക്കാനുള്ള യോഗം. ഇതൊക്കെ ഇതിന്റെ ഈ ഗ്രഹമാറ്റത്തിന്റെ ഒരു കണക്കാണ്. പിന്നെ ഇത് കൂർന്ന് നോക്കുകയാണെങ്കിൽ കാർത്തിക മുക്കാല്, രോഹിണി, മകയിരം, അര. ഇവർക്ക് ശനിമാറ്റം 11-ലാണ് ജലരാശി. അപ്പൊ ഇവർക്ക് വെളിയിലുള്ള ധനം വരുത്താണ് ഉദ്ദേശിക്കുന്നത്. അത് അവിടെ നിന്ന് പണം വരാനുള്ള അവസരം. ഇവർ ഗൾഫിൽ പോവില്ല, അവിടെ നിന്ന് ഇങ്ങോട്ട് വരാൻ. അപ്പൊ അത് ഏതെങ്കിലും രീതിയിൽ ചിലപ്പം ഇപ്പൊ പറയല്ലേ ഓൺലൈൻ വർക്കോ അല്ലെങ്കിൽ കയറ്റുമതി ഇറക്കുമതി ഉണ്ടല്ലോ, അത് ഇംഗ്ലീഷിൽ എന്ത് പറയും? എക്സ്പോർട്ടിങ് ചെയ്യുന്ന എന്തെങ്കിലും ഒരു ബിസിനസ് ആരംഭിക്കാനോ അത് നിമിത്തം ധനം വരാനുള്ള അവസരം. അപ്പൊ വ്യാഴം മാറ്റവും 2-ലാണ് ഇടവക്കൂറുകാർക്ക്. അപ്പൊ സ്വർണ്ണ ലാഭം. രാഹു മാറുന്നത് 10-ല് കർമ്മസ്ഥാനത്ത്. 10-ൽ പാമ്പ് അമര വേണ്ടുമെന്നാണ് ശ്ലോകം തമിഴ് ഗ്രന്ഥങ്ങളിൽ. 10-ൽ പാമ്പ് അമര വേണ്ടും. ഒരു തൊഴിലില്ലാതിരിക്കുന്നവർക്ക് ഈ കാലഘട്ടം തൊഴിൽ സ്ഥിരത, അത് നിൽക്കുന്ന ഇത് കുറച്ചുകൂടെ സ്ഥിരതയാവും. ഒരു പുതിയ സംരംഭം തുടങ്ങി അതിൽ സ്ഥിരതയാവും. അപ്പൊ അതൊരു നല്ലൊരു മാറ്റമാണ് പ്രസംഗം. വിവാഹാധികാര്യങ്ങളിലും പെൺകുട്ടികൾ ആൺകുട്ടികളോ ഉണ്ടെങ്കിൽ 2-ൽ വ്യാഴന്റെ സ്ഥിതി വിവാഹം. കർമ്മരംഗം പുഷ്ടിപ്പെടും, ലാഭവിഹിതം കൂടും. അപ്പം 11-ൽ ശനി വന്നു കഴിഞ്ഞാൽ വേറൊരു മാറ്റർ കൂടെ പറയണം. രാഹു ആ സമയം അവിടെ നിൽക്കുകയാണ്. ഷെയർ മാർക്കറ്റിൽ ബിസിനസ് ലാഭം, ട്രേഡിങ്ങിൽ, ഇങ്ങനെയും പറയാം. അത് കഴിഞ്ഞ് പറഞ്ഞത് മിഥുനത്തിന് അത് ഇത്തിരി മോശം വേണം പറയാൻ. എന്ന് വെച്ചാൽ രാഹു 9-ലാണ് പറഞ്ഞത്, ജന്മഗുരു വരെയാണ്. ശനിയെ കൊണ്ട് ഉപദ്രവമില്ല. 8, 9-ാം ഭാവാധിപനായ ശനി 10-ൽ കർമ്മസ്ഥാനത്ത് വരുന്നത് ദോഷമല്ല. എന്നാൽ ജന്മഗുരു വരെയാണ്. ജന്മഗുരു വന്നു കഴിഞ്ഞാൽ
എന്തെങ്കിലും ഒരു നിൽക്കുന്ന ഫീൽഡിൽ ജോലി ഭാരം കൂടും. സമയത്തിന് ഫുഡ് കഴിക്കാൻ പറ്റില്ല, അതിന് തടസ്സം. അതായത് ഇപ്പം നമുക്ക് രാവിലെ ഒരു 8 മണിക്ക് കാപ്പി കുടിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അന്ന് ചിലപ്പോൾ മുടങ്ങും. ഉച്ചത്തെ ഫുഡ് ലേറ്റായി കഴിക്കും, അസിഡിറ്റി വരാനുള്ള അവസരം. ഇതൊക്കെ ഇതിന് പരിഹാരമുണ്ട്. നമുക്ക് വ്യാഴഭഗവാന് നെയ്ദീപം കത്തിക്കുന്നതോ അല്ലെങ്കിൽ വീട്ടിൽ വ്യാഴാഴ്ച തോറും മൺചിരാതിൽ നെയ്ദീപം കത്തിച്ച് ഗുരുഭഗവാനെ തൊഴുന്നത് നമുക്ക് ദോഷകഠിനം കുറയ്ക്കാം. വിവാഹാദി കാര്യങ്ങളും തടസ്സം. ഒരു ജോലി നിമിത്തം ജോലി ഭാരം കൂടുക, പിന്നെ ട്രാൻസ്ഫർ ഇത്യാദി. അപ്പം കുടുംബത്തിൽ നിന്ന് മാറി നിൽക്കുക, വിട്ടു നിൽക്കുക. അപ്പം അവിടെ പോകുമ്പോൾ എന്താവും, ഫുഡിന് പ്രശ്നം വരും. കുട്ടികളാണെങ്കിലും ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുമ്പോൾ അതിലുള്ള ഫുഡിന് ഇൻഫെക്ഷൻ വരാനോ. അപ്പം ഇത് പരിഹാരം വ്യാഴഭഗവാന് പരിഹാരം ചെയ്യുമ്പോൾ അതിൻ്റെ ഇപ്പം നവഗ്രഹ സന്നിധി പോയിട്ട് നെയ്ദീപം കത്തിക്കുകയോ വീട്ടിൽ തന്നെ മൺചിരാ നെയ്ദീപം കത്തിച്ച് ശ്ലോകം കൊണ്ട് ഗുരുഭഗവാന്റെ ശ്ലോകം പറയുന്നതൊക്കെ ദോഷകാഠിന്യം കുറയും. കർക്കിടകൂറാണെങ്കിലും ഇവർക്കും 12ലാണ് വ്യാഴൻ്റെ സ്ഥിതി, ഭാഗ്യസ്ഥാനത്ത് ശനി. അപ്പോൾ ഭാഗ്യക്കുറവുണ്ടാക്കും. അപ്പം പുണർന്ന മുക്കാൽ, പൂയം, ആയില്യം. മിഥുനത്തിലാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതിന് മകേരാര, തിരുവാതിര, പുണർന്നം, മുക്കാല്. കർക്കിടകത്തിന് പുണർന്നം കാല്, പൂയം, ആയില്യം. ഇവർക്ക് ഭാഗ്യസ്ഥാനത്ത് ശനി വരുന്നത് ഭാഗ്യക്കുറവുണ്ടാക്കും. അഷ്ടമി ശനി മാറുകയാണ്. എന്നാൽ 8ൽ രാഹു വരെയാണ്. സ്കിൻ ഡിസീസ് വരാനുള്ള അവസരം, ഫുഡ് പോയിസൺ വരാനുള്ള അവസരം. 12ൽ ഗുരുവിൻ്റെ സ്ഥിതി. എന്തെങ്കിലും ഒരു ആവശ്യ നിമിത്തം സ്വർണം പണയപ്പെട്ട് ചില ഹോം ലോണൊക്കെ അടയ്ക്കാതിരിക്കുകയാണെങ്കിൽ 2 വീലറിനോ 4 വീലർ ലോൺ അടയ്ക്കാനുള്ള ഒരു അത്യാവശ്യത്തിന് ഗോൾഡ് പണയം പോവുക, ഇങ്ങനത്തെ ഒരു അവസ്ഥ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അത്ര നന്നല്ല. പിന്നെ അഷ്ടമി ശനി മാറുകയാണ്, അതൊരു ആശ്വാസം 2025. അപ്പം ഗുണദോഷ സമ്മിശ്ര ഫലം. ആർക്ക്? കർക്കിടക. ചിങ്ങത്തിലാണെങ്കിലും കണ്ടക ശനി മാറുകയാണ്, വ്യാഴം 11 വരെയാണ്, രാഹു 7 വരെയാണ്. അപ്പോൾ രാഹു 7 അത്ര നന്നല്ല. 8ൽ അഷ്ടമശനിയാണെങ്കിലും മീനത്തിലെ സമനായതുകൊണ്ട് അത്ര ദോഷമില്ല. പിന്നെ വ്യാഴബലമുണ്ട്, വ്യാഴൻ 11 വരെയാണ്. മകം, പൂരം, ഉത്തരംകാലായ ചിങ്ങക്കൂറുകാർക്ക് അപ്പോൾ അവർക്ക് ദോഷമല്ല. ഒരു 80% 2025 നല്ലതാണ്, മോശവശമല്ല. കന്നിക്കൂറ് എടുക്കുകയാണെങ്കിലും രാഹു വരുന്ന 6ലാണ്. കണ്ടക ശനി എന്ന് പേടിക്കേണ്ട. ഇത് ശനി കന്നിക്കൂറിന് 5, 6 ഭാവാധിപനാണ് 7 വരുന്നത്, ദോഷമല്ല. വ്യാഴ ദോഷകാരനാണ്. വ്യാഴം 10 വരെയാണ്. 10 വന്നു കഴിഞ്ഞാൽ തൊഴിൽ നഷ്ടപ്പെടുന്നതാണ് കണക്ക്. അപ്പം നിൽക്കുന്ന കർമ്മരംഗത്ത് എന്തെങ്കിലും എങ്ങനെ പറയാം, കറപ്ഷൻ വരാനോ ജോലി നഷ്ടപ്പെടാനുള്ള സാധ്യത കാണുന്നു. അപ്പോൾ കന്നിലേല നക്ഷത്രം ഉത്തരം, മുക്കാല്, അത്തം, ചിത്തിരാര. ഇവർ ശ്രദ്ധിക്കേണ്ടത് 10ൽ വേണം. മെയ് 14 ശേഷം വളരെ ശ്രദ്ധിക്കുക. കർമ്മരംഗത്തിൽ വളരെ ശ്രദ്ധ വേണം. ഇപ്പം ബാങ്കിങ്ങിലാണെങ്കിലും മറ്റുള്ള ക്യാഷ് സംബന്ധമായിട്ടുള്ള ഇതിൽ ഇരിക്കുകയാണെങ്കിലും കറപ്ഷൻ വരാൻ ചാൻസ് ഉണ്ട്, ധനനഷ്ടം. നമുക്ക് 6ൽ രാഹു സപ്പോർട്ടാണെങ്കിലും 7ൽ കണ്ടൻ പ്രശ്നം അല്ലെങ്കിലും വ്യാഴനെ ശ്രദ്ധിക്കണം. ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ. അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയയ്ക്കൂ. ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ABC മലയാളം നിങ്ങളോടൊപ്പമുണ്ട്. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.